നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഞാൻ മുമ്പ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ കളിച്ചതൊന്നും റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുന്നതിന് തടസ്സമല്ല. ആർക്കാണ് ലോകത്തെ ഏറ്റവും മികച്ച ടീം വിളിച്ചാൽ പോവാതിരിക്കാൻ കഴിയുക എന്നൊക്കെ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് തള്ളിമറിച്ചപ്പോഴേ സംശയിച്ചതാണ് റോഡ്രിക്ക് റയലിലേക്കൊരു കണ്ണുണ്ട് എന്ന്. ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു, മാഞ്ചസ്റ്റർ സിറ്റി റോഡ്രിക്ക് ഒരു ഓഫർ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. സിറ്റി ഓഫർ വെച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഇഫ് റോഡ്രി റിജക്ട്സ് ന്യൂ ഡീൽ, സാധ്യതയുണ്ടെന്നാണ് ഫബ്രിസിയോ പറയുന്നത്. റോഡ്രി പുതിയ ഡീൽ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ സിറ്റി അദ്ദേഹത്തോട് ഒരു സമ്മറിൽ പോകണമെങ്കിൽ, അദ്ദേഹത്തെ ഒഴിവാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ സെല്ല് ചെയ്യണമെങ്കിൽ ബിഗ് ഫീ തന്നെ ചോദിക്കും. അതല്ലെങ്കിൽ പിന്നെ അവിടെ നിൽക്കുക, 2027 ഫ്രീ ഏജൻ്റായിട്ട് പോകാം. ഇത് ഫബ്രിസിയോയുടെ റിപ്പോർട്ടാണ്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: മാഞ്ചസ്റ്റർ സിറ്റി റോഡ്രിക്ക് ഒരു പുതിയ കോൺട്രാക്റ്റ് ഓഫർ ചെയ്തിരിക്കുന്നു. എന്നാൽ റയൽ മാഡ്രിഡ് റോഡ്രിയിൽ ഇൻട്രസ്റ്റഡ് ആണ്. തീരുമാനമെടുക്കേണ്ടത് താരമാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഇതിൽ ഇൻവോൾവ് ആണ്. അവരാണ് ഒരു ഫൈനൽ തീരുമാനമെടുക്കുക. ഇഫ് റോഡ്രി റിജക്ട്സ് ന്യൂ ഡീൽ, റോഡ്രി പുതിയ ഡീൽ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ സിറ്റി ഒരു ബിഗ് ഫീ ഈ ഒരു സമ്മറിൽ താരത്തെ കൈമാറാൻ വേണ്ടി ചോദിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇവിടെ തുടർന്ന് 2027 അദ്ദേഹത്തിന് ഫ്രീ ഏജൻ്റായിട്ട് പോകാം. ഇതാണ് സിറ്റിയുടെ നിലപാട് എന്ന് ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും റോഡ്രി അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുമോ, അതിനുള്ള സാധ്യതയുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇനി മറ്റൊരു കാര്യം കൂടി, മാഞ്ചസ്റ്റർ സിറ്റിയുടെ പോർച്ചുഗീസ് സൂപ്പർ താരം ബെർണാഡോ സിൽവ ഉണ്ടല്ലോ, അദ്ദേഹം സിറ്റി വിടും. ആ തീരുമാനം എടുത്തിരിക്കുന്നു. Bernardo Silva's decision is 100% made. He is set to leave Manchester City in June as free agent എന്നാണ് ഫബ്രിസിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ജൂണിൽ അദ്ദേഹം ഫ്രീ ഏജൻ്റായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി വിടാൻ പോവുകയാണ്. 100% തീരുമാനമെടുത്തു കഴിഞ്ഞു. ബെർണാഡോയും അദ്ദേഹത്തിൻ്റെ ക്യാമ്പും എല്ലാ ഓപ്ഷൻസും ഇപ്പം അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാസത്തിന് ശേഷം അത് അവർ ആക്സിലറേറ്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ ഫബ്രിസിയോയുടെ റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.